ആദ്യം എന്റെ ഹൃദയത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉംറയോടുകൂടി നമുക്ക് നന്നാവാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ വാക്കിലോ ചിന്തകളിലോ നോട്ടങ്ങളിലോ പ്രവർത്തനങ്ങളിലോ കഴിഞ്ഞുപോയ പാപങ്ങളുണ്ടെങ്കിൽ പടച്ചവനെ, ഈ ലോകത്തെ ഏറ്റവും നല്ല പവിത്രമായ മണ്ണ് അറഫ, ഈ അറഫയിൽ നിന്ന് അതങ്ങ് നീ മായ്ച്ചു കളയണേ റബ്ബേ. ഞങ്ങൾ തമാശക്കൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്, പൊറുക്കണേ റഹ്മാനേ. ഈ അറഫയുടെ മണ്ണ് ആദ്യ നബിയെയും ഹവ്വാ ബീവിയെയും ഭൂമി ലോകത്ത് നീ ആദ്യമായി ഒരുമിപ്പിച്ച മണ്ണാണ്. ഞങ്ങളെ കുടുംബത്തിലോ കൂട്ടത്തിലോ കാണാതെയായ കുറെ ആളുകളുണ്ട്, വർഷങ്ങളോളം എവിടെയാണെന്നറിയൂല. അവനെ നീ കണ്ടുമുട്ടിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹസുലാക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട ഹാജിമാര്, പൊന്നുമ്മമാര്, പൊന്നുപ്പമാര് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനേ. സഹോദര സഹോദരിമാർക്കൊക്കെ അറഫയുടെ ബർക്കത്തുകൊണ്ട് ഖൈർ കൊടുക്കണേ റഹ്മാനേ. എന്ത് മുറാദാണോ അറഫയുടെ മണ്ണിൽ വന്നപ്പോഴുള്ളത് നീ മനസ്സിലാക്കണേ അല്ലാഹ്. എന്ത് പ്രയാസമാണോ മനസ്സിലുള്ളത് നീ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും അറഫയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, വാഹനങ്ങളിൽ, ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാൻ. നിഅമത്ത് നൽകണേ റഹ്മാൻ. സന്തോഷം നൽകണേ റഹ്മാൻ. സമാധാനം നൽകണേ റഹ്മാൻ. ഖൈർ നൽകണേ അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ, അപകടത്തിൽ പെടുത്തല്ല റബ്ബേ. മാറാ രോഗം വന്ന് ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. ആരോഗ്യം തരണേ, ഉള്ള ആരോഗ്യം ആഫിയത്തോടെ എന്നും നീ നിലനിർത്തണേ അല്ലാഹ്. വല്ല ആപത്ത് മുസീബത്ത് ഞങ്ങളെ ഹിസാബിൽ ഞങ്ങളെ കണക്കിലുണ്ടെങ്കിൽ ഈ ജബലുർ റഹ്മയുടെ ബറക്കത്ത് കൊണ്ട് തട്ടി മാറ്റണേ റഹ്മാനേ. വല്ല മുസീബത്തും ഞങ്ങളെ ജീവിതത്തിൽ വരാനുണ്ടെങ്കിൽ എല്ലാം ഈ ജബലുർ റഹ്മയുടെ ബറക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ അല്ലാഹ്. മക്കളില്ലാത്തവര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഉസ്താദേ, എനിക്ക് കുട്ടിയായി എന്ന സന്തോഷം അടുത്ത റജമാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് കേൾക്കണം. ഈ അറഫയുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങളുണ്ട്, ഒരാളോടും പറയാതെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടന്നത് റബ്ബേയല്ല. ഞങ്ങൾ ഈ അറഫ മൈതാനിയിൽ ഇറക്കി വെക്കുകയാണ്. നീ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഇവിടെ നിന്നങ്ങോട്ട് നല്ല ഒരു ജീവിതം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കാരോടും ഉറപ്പില്ല, വൈരാഗ്യമില്ല, പിണക്കമില്ല. ഇനി ഞങ്ങളാരെയും കളിയാക്കാനില്ല, ഒരാളെയും കുറ്റം പറയാനില്ല, പറയുന്നത് കേൾക്കാനില്ല. ഇനി നിസ്കാരം ഒഴിവാക്കൂല, നോമ്പ് ഒഴിവാക്കൂല, ഇനി ഒരാളോടും പിണങ്ങി നിൽക്കൂല. മുസ്ലിമിനെയും അമുസ്ലിമിനെയും എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കും. മനുഷ്യനെ സ്നേഹിക്കും, മൃഗങ്ങളെ സ്നേഹിക്കും. എല്ലാത്തിനോടും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹം നൽകണേ റഹ്മാനേ. ഒരു യഥാർത്ഥ മനുഷ്യനാക്കി തരണമല്ലാഹ്. ഒരു യഥാർത്ഥ മനുഷ്യനാക്കി തരണേ അല്ലാഹ്. ഈമാനോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. ഖബറിൽ ആരുമില്ലാതെ ഒറ്റക്ക് കിടക്കുന്ന ഒരു സമയം ഞങ്ങൾക്ക് വരാനുണ്ട്. ഈ അറഫയിൽ നിന്നതിന്റെ കൂലി ഞങ്ങളെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. വലത് കയ്യിൽ കിതാബ് തരണേ അല്ലാഹ്. സംസം കുടിക്കുന്നത് പോലെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അപ്പേ, ഇത്രയും നേരം ഞങ്ങൾ ഈ അറഫയിൽ നിന്ന് കാലുകൾക്ക് സിറാത്ത് പാലത്തിൽ നിന്ന് കരുത്തു തരണേ റഹ്മാനേ. അറഫയിൽ നിന്ന ശരീരമാണ്, നിന്റെ കഅബ ചുറ്റിയ ശരീരമാണ്, സഫാ മർവയിൽ സഅയ് ചെയ്ത ശരീരമാണ്. ഖബറിൽ ശിക്ഷിക്കല്ല റബ്ബേ, നരകത്തിൽ എറിയല്ല റബ്ബേ. ഞങ്ങളെ നന്നാക്കണേ റഹ്മാനേ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാതെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഞങ്ങൾക്ക് ഹജ്ജിന് വരാൻ ഭാഗ്യം തരണേ ആമീൻ. ഹജ്ജിന് വന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അപ്പേ, അവരെ പോലെ ഞങ്ങൾക്കും ഇവിടെ ഹജ്ജിന് വരാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. ഹജ്ജിന്റെ അന്ന്, കഴിഞ്ഞ ഹജ്ജിനൊക്കെ ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അത്രത്തോളം തിരക്കായിരുന്നു, അത്രത്തോളം തിരക്കായിരുന്നു. ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ 10-15 മിനിറ്റ് കഴിയണം. 10-15 മിനിറ്റ് ഒരു കാല് വെച്ചതുപോലെ വെക്കണം. അടുത്ത കാല് വെക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയേണ്ടി വരും. അത്രയും തിരക്കായിരുന്നു.
അത്രയും തിരക്കായിരുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതും ഉസ്താദെ അത്ര കണ്ടാവോ? അതല്ല, അതിക്കുമേലെയായിരുന്നു. പടച്ചവനെ, അന്ന് മരിച്ചു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ നിന്ന് ഒരുമിച്ച് കൂടാ. ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും ഞങ്ങൾ ഈ ഉംറക്കും ഹജ്ജിനും വരുന്നത് നിന്റെ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. നിന്റെ പൊരുത്തം നീ നൽകണേ റഹ്മാനെ. പല ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടാണ്, മക്കള്, മരുമക്കള്, കുടുംബക്കാര്, അയൽവാസികൾ പലരും പോയി വരി എന്ന് പറഞ്ഞ് കാശ് തന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ വന്നതിന്റെ കൂലി അവർക്കും നൽകണേ അല്ലാ. പോയ ഉമ്മാനെയും ബാപ്പന്റെയും സഹോദര സഹോദരിമാരുടെ പേരിൽ ഇന്നത്തെ ഇവിടെ വന്ന അറഫയിൽ വന്നത് പലരും അവരുടെ പേരിൽ ഹത്യ ചെയ്തവരുണ്ട്. അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. കഴിഞ്ഞ റജബിൽ മരിച്ചുപോയ ഉമ്മ ഞങ്ങളെ കൂടെ ഈ മണ്ണിൽ വന്ന ഉമ്മയാണ്. നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين. أستغفر الله العظيم، 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 أستغفر الله العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.